വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ടോപ്പിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. സോ ഇക്കണോമിക്സിൽ തന്നെ മൈക്രോ ഇക്കണോമിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു തിയറിയാണ് എന്ത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിമാൻഡ് റിലേറ്റ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി എന്തായിട്ടാണ് അത് കണക്ട് ചെയ്ത് പറയേണ്ടത്? പ്രൊഡക്ഷൻ സൈഡുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് കണക്ട് ചെയ്ത് പറഞ്ഞത്. സോ പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് വരുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി പഠിക്കുന്നതിന് മുമ്പായിട്ട് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതായത് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് ഔട്ട് ചെയ്യണം അല്ലേ. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ എന്തിനെ കുറിച്ച് മനസ്സിലാക്കണം? ആദ്യം നമ്മൾ പറഞ്ഞല്ലേ, ഇത് എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? സിമ്പിളി പറയുകയാണെങ്കിൽ എന്താ, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരു ഫേം ഓർമ്മ വരും, ഒരു ഇൻഡസ്ട്രി ഓർമ്മ വരും അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? സിമ്പിളി പറയുകയാണെങ്കിൽ എന്താണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കില്ലേ, എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട് അല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, എന്താ ഇൻപുട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എന്താണ് ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ഫേമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനത്തെ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ട് എന്താണ്? അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻപുട്ട് എന്താണ്? നമ്മൾ ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് എന്ന് പറയാം. അപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ എന്താ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രൊസീജിയറിനെ നമുക്ക് എന്ത് പറയാം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ലെതർ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കാം. അപ്പോൾ ഈ ലെതർ ബാഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ ലെതർ ബാഗ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ലെതർ വേണമല്ലേ. അപ്പോൾ ലെതർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇൻപുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലെതറിനെ ലെതർ ബാഗ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ക്ലിയർ അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് എന്തുമായിട്ടാണെന്ന് അറിയോ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ടാണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നറിയാം. എന്താണ് ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ടൈം ഡ്യൂറേഷനിൽ മെയിൻലി നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരുപാട് പീരീഡ് അല്ലേ, കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് പറയാം? ലോങ് റൺ എന്ന് പറയാം. ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാലത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുകയാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് റൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു 5 ഇയറോ അല്ലെങ്കിൽ 10 ഇയറിനോ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുകയാണെങ്കിലോ അതിന് നമുക്ക് എന്ത് പറയാം? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ടാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ദെൻ എന്താണ് തേർഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. എന്താണ്? നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകൾ ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രൊസീജിയർ ആണെന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റണ്ണിനെയും ലോങ് റണ്ണിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്തെന്ന്? നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളുണ്ട്. ദാറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ടായിട്ട് എടുക്കാം. ഈ ഇൻപുട്ടാണ് പിന്നീട് എന്തായി മാറുന്നത്? ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. എന്നാൽ ഷോർട്ട് റണ്ണിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് ആക്കി വെക്കണം എന്നാണ് പറയാം. ലോങ് റണ്ണിലേക്ക് വരുമ്പോഴോ നമുക്ക് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും വേരി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസർ വിചാരിക്കുകയാണ് അയാളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കണം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ സെയിൽ ചെയ്യണം, അതുവഴി കൂടുതൽ റവന്യൂ ഉണ്ടാക്കണം എന്ന് ആര് വിചാരിക്കും? പ്രൊഡ്യൂസർ വിചാരിക്കും.
അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഷോർട്ട് റണ്ണിലായിരിക്കെ പ്രൊഡ്യൂസറിന് ആ ഒരു ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ എന്ത് കൂട്ടണം, ഇൻപുട്ട് കൂട്ടണം. ദാറ്റ് മീൻസ് ഇൻപുട്ടാണ് ഔട്ട്പുട്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കൂട്ടണം അല്ലേ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലേ. എന്നാൽ ഈ ഇൻപുട്ട് കൂട്ടുന്ന സമയത്ത് ഇൻപുട്ടുകളായിട്ട് നമ്മൾ എന്തിനൊക്കെ കൺസിഡർ ചെയ്തു, ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. എന്നാൽ ഈ ഒരു ഇൻപുട്ട് കൂട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടിനെങ്കിലും അയാൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് വെക്കണം എന്നാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അയാളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണെന്ന് വിചാരിക്കാം. അയാളെ സംബന്ധിച്ചോളം എന്താണ്, പ്രൊഡക്ഷൻ കൂട്ടാം. പ്രൊഡക്ഷൻ കൂട്ടുന്നത് എന്തിനാ, കൂടുതൽ സെയിൽ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. ഒരു പ്രൊഡ്യൂസർ അൾട്ടിമേറ്റ് എയിം എന്താണ്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി അയാൾക്ക് എന്ത് ചെയ്യാം, ലേബറിന് മാത്രം ഇൻക്രീസ് ചെയ്യാം, എന്നാൽ ക്യാപിറ്റലിന് അയാൾ എന്ത് ചെയ്യണം, ഫിക്സഡ് ആക്കി വെക്കണം. ദാറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതെന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്, ഷോർട്ട് റൺ ആണ്, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം എല്ലാ മെഷീൻസും ക്യാപിറ്റലൊക്കെ മാറ്റാന്ന് പറയുന്നത് എന്താണ്, ഉള്ള പ്രൊഡക്ഷനും കൂടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിൽ അയാൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ലോങ് റണ്ണിൽ വരുമ്പോഴോ അത് 5 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, 10 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരി ചെയ്യാനുള്ള ടൈം അയാൾക്കുണ്ട്. ഒരു തരത്തിലുള്ള എന്താ പറയുക ഡിസ്റ്റർബൻസ് അയാൾക്ക് ഫീൽ ചെയ്യില്ല. എന്തെങ്കിലും മാറ്റം വരുത്തുന്ന സമയത്ത് സാവധാനം എല്ലാം മാറ്റം വരുത്താനുള്ള ഒരു ടൈം ഡ്യൂറേഷൻ അയാൾക്കുണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം വേരി ചെയ്യാം. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് വൺ എന്താണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് ആക്കി വെക്കണം. ഇവിടെ നമ്മൾ എന്താ ഫിക്സഡ് ആക്കി വെച്ചേ, ക്യാപിറ്റലിനെ ഫിക്സഡ് ആക്കി വെച്ച്. സോ നമുക്ക് തിയറിലേക്ക് പോകാം അല്ലേ. എന്താ പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണല്ലേ. ഈ ലോ റിലേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്, ദാറ്റ് മീൻസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ദെൻ വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് പറയുന്നത്. അതായത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ലേബറിൽ ചേഞ്ച് വരുത്താന്നാണ് പറയുന്നത്. ഈ ഒരു തിയറി എങ്ങനെ കണക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം. അതായത് പ്രൊഡ്യൂസർ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 10 യൂണിറ്റ് ലേബറും അതുപോലെ തന്നെ 5 യൂണിറ്റ് ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. അയാളെ സംബന്ധിച്ചോളം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ലേബറിന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ആയിട്ടുള്ള നമ്മുടെ ലേബറിനെ 20 ആക്കി, എന്നാൽ ക്യാപിറ്റലിന് എന്ത് ചെയ്യണം, ഫിക്സഡ് ആക്കി വെക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഫസ്റ്റത്തെ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും, എന്നാൽ സെക്കൻഡ് റേഷ്യോ മാറിയില്ലേ, 20:5 ആയില്ലേ. അതെന്താണ് ഇവിടെ കാണിക്കുന്നത്, ഈ റേഷ്യോയിൽ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വന്നു. ദാറ്റ് ഇസ് എ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ആ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എന്താണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം അല്ലേ. എന്താ പറയുന്നത്, പ്രൊഡക്ഷൻ മീൻസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്, എക്സ്പ്ലെയിൻ ദി ബിഹേവിയർ ഓഫ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ വെൻ ഓൺലി ദ 1 ഇൻപുട്ട് is allowed over to the vary, the other inputs being held constant. ഒരൊറ്റ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റുള്ളൂ, ദാറ്റ് മീൻസ് ലേബർ അല്ലേ. ബാക്കി എന്താ പറയുന്നത്, അതർ ഇൻപുട്ട് ബീൻ ഹെൽഡ് കോൺസ്റ്റന്റ്. അതർ ഇൻപുട്ട് എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് നടത്തണം, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ അല്ലേ. പിന്നെ എന്താ പറയുക, ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ പ്രൊഡക്റ്റ് ആൻഡ് ദി മാർജിനൽ പ്രൊഡക്റ്റ്. The law states that when the quantity of the 1 factors of production is increased, while the keeping other factors constant, it will be a result in the decline of the marginal product of that factor. ഇവിടെ നമ്മൾ ബേസിക്കലി ഫസ്റ്റത്തെ ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആയിരുന്നു അല്ലേ. പിന്നെ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്, തീപ്പിനെ പറ്റി പറയുന്നുണ്ട്, എംപിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഈ ഒരു തിയറിയിൽ ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊഡ്യൂസർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം, എന്നാൽ ഷോർട്ട് റണ്ണിലായിരിക്കെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ അയാൾക്ക് ലേബേഴ്സിന് മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലേബേഴ്സിന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ടോട്ടൽ പ്രൊഡക്ഷനിലും മാർജിനൽ പ്രൊഡക്ഷനിലും ആവറേജ് പ്രൊഡക്ഷനിലും എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ടായിരിക്കും അയാൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണോ എൻഡ് ചെയ്യണോ എന്നുള്ളത് തീരുമാനം എടുക്കാം. ഇവിടെ ബേസിക്കലി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, ഷോർട്ട് റണ്ണിൽ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ എങ്ങനെയാണ് അയാളുടെ ഡിസിഷൻ എടുക്കുന്നത്, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ എൻഡ് ചെയ്യണോ എന്നുള്ളത് അയാൾ ഡിസിഷൻ എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, അയാൾ ലേബർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒന്നിനെ മാത്രം ഇൻക്രീസ് ചെയ്ത് ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന സമയത്ത് അയാളുടെ മാർജിനൽ പ്രൊഡക്റ്റിലും ടോട്ടൽ പ്രൊഡക്റ്റിലും ആവറേജ് പ്രൊഡക്റ്റിലും എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നതിൻ്റെ ബേസിലായിരിക്കും അയാൾ ഡിസിഷൻ എടുക്കുന്നത്. സോ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തിയറിയിൽ കാണാം. ഓക്കെ,
ദെൻ ബേസിക്കലി എന്താണ് ടോട്ടൽ പ്രൊഡക്ഷൻ? ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിന് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? എന്നാൽ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർ യൂണിറ്റ് ആണ് കാണിക്കുന്നത്. ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാം. അതായത് നമ്മൾ ലേബറിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്, ക്യാപിറ്റൽ എടുക്കുന്നുണ്ട്, ബട്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ലേബർ വെച്ചിട്ട്, ഒരു യൂണിറ്റ് ഓഫ് ലേബർ വെച്ചിട്ട് എത്ര ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാം, ഇതാണ് ആക്ച്വലി എന്ത് നോക്കുന്നത്? ആവറേജ് പ്രൊഡക്ഷൻ നോക്കുന്നത്. ദാറ്റ് മീൻസ് ക്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? സോറി, ക്യൂ എന്ന് പറയുന്നത് എന്താ? ടി പി അല്ലേ? ടി പി ഡിവൈഡഡ് ബൈ എൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്? എന്താണ് മാർജിനൽ എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർജിനൽ എന്ന് പറയുമ്പോൾ എന്താണത്? എഡീഷൻ ആണ് അല്ലേ? എഡീഷണൽ ആണ്. അതായത് അഡീഷണൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം അഡീഷണൽ ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു 3 കോൺസെപ്റ്റും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി ആക്ച്വലി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമ്മളെ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മുടെ ലേബറിന് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലിന് അയാൾ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇല്ലാത്ത അവസ്ഥയല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? 10 യൂണിറ്റ് ലേബറിന് അയാൾ എടുക്കുന്നുണ്ട്, 5 യൂണിറ്റ് ക്യാപിറ്റൽ അയാൾ എടുക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ അയാളുടെ പ്രൊഡക്ഷൻ അവസാനിക്കുന്നത് വരെ ക്യാപിറ്റൽ 5 യൂണിറ്റ് തന്നെ ആയിരിക്കും. അത് വിചാരിച്ച് ക്യാപിറ്റൽ ഇല്ല എന്നല്ല. എന്നാൽ എന്ത് ചെയ്യാം? അയാൾക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 നിന്ന് 20 ആയിട്ടും 20 നിന്ന് 30 ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ലേബറിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ തിയറി. ഓക്കെ, ഇനി അയാൾ എന്ത് ചെയ്യാണ്? ലേബറിനെ ഇൻക്രീസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് പ്രൊഡക്ഷൻ നടത്തണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏത് ലെവലിൽ നിർത്തണം എന്നുള്ളത് അയാൾ തീരുമാനിക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? ടി പിൻ്റെയും എ പിൻ്റെയും എം പിൻ്റെയും ബേസിലാണ്. അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് അയാൾ പറയുകയാണ് 3 സ്റ്റേജുകളിലൂടെ എന്ത് ചെയ്യും? ആ ഒരു പ്രൊഡ്യൂസർ കടന്നു പോകും. ഈ 3 സ്റ്റേജിനെയും അനലൈസ് ചെയ്തിട്ടാണ് ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക? അയാളുടെ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേജ് നോക്കാം അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് എന്താ പറയുന്നത്? ദ ഫസ്റ്റ് സ്റ്റേജ് ഓർ സ്റ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ റിട്ടേൺ. അതായത് ഇതൊരു ഇൻക്രീസ് ഇൻ റിട്ടേൺ സ്റ്റേജ് ആണ്. അതായത് പ്രൊഡ്യൂസർ ലേബറിന് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ പ്രൊഡ്യൂസർ ഫീൽ ചെയ്യുന്ന എന്താണ്? ഒരു ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു സ്റ്റേജ് ആയിരിക്കും. ദ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ഫ്രം ദി O to N ആണ്. ഇൻ ദിസ് സ്റ്റേജ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് അറ്റ് ദ ഇൻക്രീസിംഗ് റേറ്റ്. This happens because the efficiency of the fixed factors increases with the additional variable input to the product. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യത്തെ കേസിൽ എന്താ പറയുന്നത്? ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ആണ് പറയുന്നത്. അതിലെന്തുണ്ട്? നമുക്ക് ഗ്രാഫ് വെച്ച് തന്നെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഫൈൻ. ആദ്യത്തെ സ്റ്റേജ് ആക്ച്വലി വരുന്നില്ലേ? ഈ എല്ല് പറയുന്ന പോയിന്റ് വരെ എന്താണ് കേട്ടോ ആദ്യത്തെ സ്റ്റേജ് വരിക? ക്ലിയർ ആക്കണേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? ഇൻക്രീസ് ഇൻ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? O മുതൽ N വരെയുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. ഇൻക്രീസ് ഇൻ റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ടി പി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് മൊത്തത്തിലുള്ള ഇതാണ് നമ്മുടെ ടി പി എന്ന് പറയുന്നത്. എന്നാലോ ഇതാണ് നമ്മുടെ എം പി എന്ന് പറയുന്നത് അല്ലേ? ദെൻ നമ്മുടെ എ പി അല്ലേ? ഇവിടെ എന്താ കാണിക്കുന്നത്? എമൗണ്ട് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ OX ആക്സിസിലും ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? OY ആക്സിസിലും മെഷർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ കേർവിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള കേർവാണ് അല്ലേ? ദെൻ ഇതിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് അനലൈസ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? ഇൻക്രീസ് റിട്ടേൺ ആണ് പറയുന്നത്. ഇൻക്രീസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറ്റ് ഇൻക്രീസ് ഇൻ റേറ്റ്. ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ O മുതൽ N വരെയുള്ളതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ 3 കേവുകളും ടി പി ആണെങ്കിലും എ പി ആണെങ്കിലും എം പി ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാ? ഒറിജിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ എന്തായിരിക്കും? മീൻസ് ആക്ച്വലി എന്താണ്? എമൗണ്ട് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് അല്ലേ? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫാക്ടേഴ്സ് 0 ആവുന്ന സമയത്ത് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഒറിജിൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതിന് ഫസ്റ്റ് എന്താണ്? ഇൻക്രീസ് റിട്ടേൺ പറയാൻ എന്താണ് കാരണം? ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറ്റ് ഇൻക്രീസ് റേറ്റ്. ദെൻ നമ്മുടെ എം പിക്ക് എന്താണ് പറ്റുന്നത് നോക്കാം അല്ലേ? എം പി ഇല്ല ഇവിടെ. എം പിക്ക് എന്താ പറ്റുന്നത്? എം പി ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ മാക്സിമത്തിൽ എത്തുന്നു, ദെൻ ഡിക്ലൈൻ ചെയ്യുന്നു.
ഈ ഒരു പോയിന്റ് വരാം ഫസ്റ്റ് സ്റ്റേജിൽ. ദെൻ പിന്നെന്താണ് നമ്മുടെ എ പിക്ക് എന്താ പറ്റുന്നത്? എ പി കണ്ടില്ലേ, എ പിക്ക് എന്താ പറ്റുന്നത്? എ പി ആദ്യം ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, ദെൻ അതിൻ്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം? എ പി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നു, ദെൻ എം പി ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തുന്നു, പിന്നെ ഡിക്ലൈൻ ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ, ഈ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നു. ദെൻ നമ്മുടെ ടി പി തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് റേറ്റിൽ എൽ എന്ന പോയിന്റിൽ ടി പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നു. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ എ പി എന്ന് പറയുന്നതും നമ്മുടെ എം പി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വളരെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്റ്റേജ് ആണല്ലോ. എന്താണ്? ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്താണ്? ഇൻക്രീസ് റേറ്റിൽ. ദെൻ നമ്മുടെ എം പി മാക്സിമത്തിൽ എത്തിയിട്ട് ദെൻ ഡിക്ലൈൻ ആവുന്നു. ദെൻ എന്താണ്? എ പി ഏറ്റവും മാക്സിമത്തിൽ എത്തുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഇൻക്രീസ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പോയിന്റ്സ് എന്തൊക്കെ പറഞ്ഞു? ഇവിടെ പറയാല്ലേ എന്തുകൊണ്ട് ഇൻക്രീസ് റിട്ടേൺ ആവുന്നു? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയബിൾ ഫാക്ടേഴ്സിന്റെയും ഫിക്സഡ് ഫാക്ടേഴ്സിന്റെയും എഫിഷ്യൻസി കാരണമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു സമയത്ത് പ്രൊഡ്യൂസർ എന്ത് ഫീൽ ചെയ്യുന്നത്? ഇൻക്രീസ് റിട്ടേൺ ഫീൽ ചെയ്യുന്നത്. ദെൻ എ പി കണ്ടിന്യൂസ്ലി increase in the MP increases and the reach at its maximum then decline. Here AP rises above the MP. The second stage ends at AP is equal to MP. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇത് സെക്കൻഡ് സ്റ്റേജ് അല്ല, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ഈ പോയിന്റ് റോങ് ആണ്. ഇത് സെക്കൻഡ് സ്റ്റേജ് അല്ല കേട്ടോ. അതായത് ഫൈനലി പറയുന്ന പോയിന്റ് ഇല്ലേ, ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുമ്പോഴല്ലേ നമ്മുടെ എന്ത് പറയുന്നത്? എം പി ഇസ് ഇക്വൽ ടു എ പി ആവുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് അല്ല പോയിന്റ് വരുന്നത്, എന്താണ്? ഫസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ എ പിയും എം പിയും ഈക്വൽ ആവുന്ന സമയത്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നത്. ദെൻ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഫസ്റ്റ് സ്റ്റേജിന്. ഫസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ എം പി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പിനെക്കാട്ടും മുകളിലായിരിക്കും അല്ലേ? ഇത് എ പി അല്ലേ, ഇത് എം പി അല്ലേ? എം പി എന്ന് പറയുന്നത് എ പിന്റെ മുകളിലല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റേജ് നോക്കിയാൽ നമുക്ക് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അല്ലേ, എന്തോ ഒന്ന് കുറയുന്നുണ്ട്. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ അല്ലേ. സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ഫ്രം ദി ഒ എൻ ടു ഒ എം. ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ഇൻ അറ്റ് ദി ഇൻക്രീസ് ഇൻ റേറ്റ്. സോറി, ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ഇൻ അറ്റ് ദി ഡിമിനിഷിംഗ് റേറ്റ് കേട്ടോ. ഇൻക്രീസ് റേറ്റ് അല്ല, ഇൻക്രീസ് റേറ്റ് എവിടെ വരുന്നത്? ഫസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. വി ക്യാൻ സീ ഇറ്റ് ഫ്രം ദ എം പി ദാറ്റ്സ് ഡിക്ലൈൻ ഫ്രം ദി 50 to 13. അതായത് എം പി ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ ടേബിൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. then എന്താ? എ പി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, എം പി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, എം പി ഡിക്ലൈൻഡ് ബിലോ ഫ്രം ദി എ പി. ദ സെക്കൻഡ് സ്റ്റേജ് എൻഡ്സ് വെൻ ദി ടി പി ഈസ് മാക്സിമം ആൻഡ് അറ്റ് ദ സെയിം ടൈം എം പി ബിക്കം 0. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം അല്ലേ. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ നമുക്ക് ഗ്രാഫിൽ പോയി നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? സെക്കൻഡ് സ്റ്റേജ് ഇതാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒ എൻ ടു ഒ എം ആണ്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതൊരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും കേട്ടോ. ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് ഡിക്രീസിങ് റേറ്റിലാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. ദെൻ എന്താ സംഭവിക്കുന്നത്? എ പി ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ മാക്സിമം എത്തുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമത്തിൽ എത്തിയിട്ടുള്ള എ പി ഡിക്ലൈൻ ചെയ്യുന്നു. ദെൻ എന്താണ്? നമ്മുടെ എം പി ഓൾസോ ഡിക്ലൈൻ. എം പി എവിടെ വരെ പോകുന്നു? 0 വരെ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ്? നമ്മുടെ ടി പി മാക്സിമം ആവുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റേജിൽ എന്ത് വിളിക്കുന്നു? ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. ബിക്കോസ് എന്താണ്? നമ്മുടെ ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് എന്താണ്? അത് ഡിക്രീസ് റേറ്റിലായിരിക്കും. പ്ലസ് എന്താണ്? നമ്മുടെ എ പി ഓൾസോ ഇൻക്രീസസ്, then എന്താ? എം പിയും ഇൻക്രീസസ് ആണ്. സോറി, എ പി ഡിക്രീസസ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ എം പിയും ഡിക്രീസസ് ആണ്. സെയിം ടൈമിൽ എം പി കുറഞ്ഞ് എവിടെ എത്തുന്നു? എം പി കുറഞ്ഞ് എവിടെ എത്തുന്നു? നമ്മുടെ 0 പോയിന്റിൽ എത്തുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? അതായത് ടി പി മാക്സിമത്തിൽ എത്തുന്ന സമയത്ത്, ഇത് മാക്സിമം ആണല്ലേ, ടി പിൻ്റെ മാക്സിമം ആണ്. ദെൻ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ടി പി കുറച്ച് സമയം ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇപ്പം മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് 112 ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ എങ്കിൽ, അടുത്ത യൂണിറ്റ് ഓഫ് ലേബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 112 പ്രൊഡക്ഷൻ കിട്ടാം. മാക്സിമത്തിൽ എത്തിയിട്ട് ടി പി കുറച്ചൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 0 ആണ് അല്ലേ. ബേസിക്കലി എം പി എന്താ പറയുന്നത്? എം പി ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? തൊട്ടടുത്തുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എം പി എന്ന് പറയുന്നത്. എം പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി പി എൻ മൈനസ്
TP(n-1) എന്ന് പറയാം. തൊട്ടടുത്തുള്ള TPകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, MP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്ട്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ പ്രൊഡക്ഷനിൽ എന്ത് മാറ്റം വരുന്നത്, ഇതാണ് ആക്ച്വലി നമ്മൾ എന്തിൽ നോക്കുന്നത്, മാർജിനൽ പ്രൊഡക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ്, TP മാക്സിമത്തിലെത്തി കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, 2 യൂണിറ്റ് ഓഫ് ലേബേഴ്സിനെയും തൊട്ടടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് TP കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ MP 0 ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് പറയുന്നത്, ഡിമിനിഷിംഗ് റിട്ടേൺ എന്ന് പറയുന്നത്. TP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് എന്താണ് അത് ഡിക്രീസിങ് റേറ്റിലാണ്, അതായത് ഡിമിനിഷിംഗ് റേറ്റിലാണ്. പ്ലസ് എന്താണ്, AP ഡിക്ലൈൻ ചെയ്യുന്നു. MP ഡിക്ലൈൻ ചെയ്യുക മാത്രമല്ല 0-ൽ എത്തുന്നു അല്ലേ. TP എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് അറ്റ് ഡിക്രീസിങ് റേറ്റിൽ H എന്ന പോയിന്റിൽ TP മാക്സിമം ആവുന്നു. ക്ലിയർ? ഇതാണ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് കേട്ടോ. ദെൻ ഒരു കാര്യം കൂടെ നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ MP എന്ന് പറയുന്നത് APൻ്റെ മുകളിലായിരുന്നു അല്ലേ. സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പോഴോ, ഫസ്റ്റ് സ്റ്റേജിൽ MP എന്താണ് APൻ്റെ മുകളിലായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് എത്തിയപ്പോഴോ നമ്മുടെ AP എന്ന് പറയുന്നത് എന്തിൻ്റെ മുകളിലാണ്, MPൻ്റെ മുകളിലാണ്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ദെൻ ഓക്കെ. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് അല്ലേ. ഫൈനൽ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്, ഫൈനൽ സ്റ്റേജിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ദ ലോ ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് വിളിച്ചു, ഇൻക്രീസ് റിട്ടേൺ എന്ന് വിളിച്ചു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് വിളിച്ചു, ഡിമിനിഷ് റിട്ടേൺ എന്ന് വിളിച്ചു. തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താണ് വിളിക്കുന്നത്, നെഗറ്റീവ് റിട്ടേൺസ്. എന്തോ ഒന്ന് നെഗറ്റീവ് ആവുന്നുണ്ട് കേട്ടോ. ദ ബിയോണ്ട് M ആണ്. ഇൻ ദിസ് സ്റ്റേജ് ബോത്ത് AP ആൻഡ് TP ഡിക്ലൈൻ, ദ മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കംസ് നെഗറ്റീവ്. നോക്കാം അല്ലേ എന്താ പറയുന്നത്. തേർഡ് സ്റ്റേജ് മാത്രം നോക്കാം കേട്ടോ. തേർഡ് സ്റ്റേജ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയോണ്ട് M ആണല്ലേ. എമ്മിൻ്റെ ഇപ്പുറത്തുള്ള സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് എന്താ പറയുന്നത്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, TP ഡിക്ലൈൻ ചെയ്യുന്നു അല്ലേ. TP ഡിക്ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്വിയസ്ലി നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്യും. ഓൾറെഡി നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് തന്നെ ഇനിയും മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് പോകും. ക്ലിയർ അല്ലേ? അതായത് ഓൾറെഡി നമ്മൾക്കറിയാം നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, ഡിക്ലൈൻ ചെയ്ത് അത് 0 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താ പറയുക, ഡിക്ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങോട്ടേക്ക് പോകും, നെഗറ്റീവിലേക്ക് പോലെ. ഇവിടെ നെഗറ്റീവിലേക്ക് പോയോ, തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവിലേക്ക് പോയോ, മാർജിനൽ പ്രൊഡക്റ്റ് പോയി. ദെൻ AP എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ഓൾസോ നമ്മുടെ TPയും ഡിക്ലൈൻ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയാം. ഈ ഒരു 3 സ്റ്റേജ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ ഏത് സ്റ്റേജ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവാം, ഏത് സ്റ്റേജിലായിരിക്കും അയാൾക്ക് പ്രൊഡക്ഷൻ വേണമെന്ന് അയാൾ ഡിസിഷൻ എടുക്കുക. ഇതല്ലേ ബേസിക്കലി നമ്മൾ തുടക്കത്തിൽ നോക്കാൻ പോയത്. ഷോർട്ട് റണ്ണിൽ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഏത് സ്റ്റേജ് ആയിരിക്കും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ള അല്ലേ. അതായത് അയാളുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വെച്ചിട്ട് അയാളുടെ ലേബറിനെ മാത്രം ഇൻക്രീസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സമയത്ത് എന്താണ്, 3 സ്റ്റേജിലൂടെ ആ ഒരു പ്രൊഡ്യൂസർ കടന്നു പോകും. ഏത് സ്റ്റേജ് ആയിരിക്കും അയാൾ തിരഞ്ഞെടുക്കുക, എന്തിൻ്റെ ബേസിൽ, TPൻ്റെയും APൻ്റെയും MPൻ്റെയും ബേസിൽ. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം എന്താണ്, പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യുക സെക്കൻഡ് സ്റ്റേജ് ആണ്. കാരണം അയാളെ സംബന്ധിച്ചോളം എന്താണ്, TP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, AP എന്താണ് ഡിമിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ MPയും ഡിമിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അയാളെ സംബന്ധിച്ചോളം എന്താണ്, MP പോസിറ്റീവിലാണ് അല്ലേ. ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് സെലക്ട് ചെയ്തുകൂടെ. ഫസ്റ്റ് സ്റ്റേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം മക്കളെ, അയാളെ സംബന്ധിച്ചോളം എന്താണ്, മാക്സിമം പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്, മാക്സിമം TP എവിടെയാണ് നടക്കുന്നത്, സെക്കൻഡ് സ്റ്റേജിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അയാൾക്ക് പോസിറ്റീവാണ്, എല്ലാം പോസിറ്റീവാണ്. TP ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് റേറ്റിലാണ്. അതുപോലെ തന്നെ എന്താ, MP ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തുന്നു, ദെൻ ഡിക്ലൈൻ ചെയ്യുന്നു. AP അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തുന്നു അല്ലേ. അയാളെ സംബന്ധിച്ചോളം ഏറ്റവും സേഫ് സോൺ എവിടെ തന്നെയാണ്, ഫസ്റ്റ് സ്റ്റേജിലാണ്. ബട്ട് അയാൾക്ക് എന്ത് പോസിബിലിറ്റി ഉണ്ട്, അയാൾക്ക് ഈ ഒരു മാക്സിമം TP അറ്റൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇനിയും ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ അയാൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക, സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും. സോ നമ്മൾ ഡിസിഷൻ എടുത്തില്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ പറയാനുള്ളത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു. സോ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഏതെടുക്കുന്നു, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുക്കുന്നു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഏത് ബേസിലായിരിക്കും ഡിസിഷൻ എടുക്കുക, അത് എന്തിൻ്റെ ബേസിലാണ്, MPൻ്റെയും TPൻ്റെയും APൻ്റെയും ബേസിലാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു, ഡിസിഷൻ എടുത്തു അല്ലേ. പ്രൊഡ്യൂസർ എന്ത് സെലക്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റേജ് സെലക്ട് ചെയ്തു അല്ലേ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. സോ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.